ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് മുതൽ പുതിയ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് HSIയുടെയും HSSTയുടെയും കോമൺ ആയിട്ടുള്ള നമ്മുടെ ജനറൽ പാർട്ടുണ്ടല്ലോ, ജനറൽ പാർട്ടിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ഒരു 10 to 20 ക്വസ്റ്റ്യൻസ്, എത്ര ഒരു ടൈം അനുസരിച്ചൊരു 15 to 20 മിനിറ്റ്സോ അല്ലെങ്കിൽ 10 to 15 മിനിറ്റ്സ് നീളുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഇത് ആൻഡ് പാർട്ട് 1 ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പാർട്ടുകളായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇത് ഒരു 2023, 24, 25 കാലയളവിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മൊത്തം. അപ്പോൾ ഇതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ GK, കറണ്ട് അഫെയേഴ്സ് ആൻഡ് റിനൈസൻസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. HSIക്കും ഉപയോഗപ്പെടും, HSSTക്കും ഉപയോഗപ്പെടും. ആ രീതിയിലാണ് ക്ലാസ്സസ് ഉള്ളത്. രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം സിലബസ് ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ജനറൽ PSC എക്സാംസിനാണെങ്കിൽ കൂടിയും റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഭാഗങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following research methods is most suitable for exploring the cause and effect relationship between variables in advanced research studies? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ആ ഒരു വേർഡ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. എന്താണ്? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം നമ്മുടെ HSIയുടെ അല്ലെങ്കിൽ HSSTയുടെ സിലബസിൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. റിസർച്ച്. അപ്പോൾ ആ റിസർച്ചിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, എത്തനോഗ്രാഫിക് റിസർച്ച് ഉണ്ട്, അതുപോലെ പല ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അപ്പോൾ ഓരോ റിസർച്ചിനെ പറ്റിയും ഡീപ്പായിട്ട് നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറയുന്നത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഓർക്കുക, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അത് എക്സ്പെരിമെൻ്റൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? എക്സ്പെരിമെൻ്റൽ റിസർച്ചുമായിട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർച്ച് മെത്തേഡ്സ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്റ്റഡിയിങ് ദ സ്പേഷ്യൽ ബിഹേവിയർ ഓഫ് യൂസേഴ്സ്? എന്താണ്? സ്പേഷ്യൽ ബിഹേവിയർ ഓഫ് യൂസേഴ്സ് ഇൻ എ പബ്ലിക് സ്പേസ്. അപ്പോൾ സ്പേഷ്യൽ ബിഹേവിയർ ഓഫ് യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏത് റിസർച്ച് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എത്തനോഗ്രാഫിക് റിസർച്ച്. ഏതാണ്? എത്തനോഗ്രാഫിക് റിസർച്ച്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചും എത്തനോഗ്രാഫിക് റിസർച്ചും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. കോസ് ആൻഡ് എഫക്റ്റ് ആണെങ്കിൽ അത് എക്സ്പെരിമെൻ്റലും, സ്പേഷ്യൽ ബിഹേവിയർ ആണെങ്കിൽ അത് നമ്മൾ എത്തനോഗ്രാഫിക്കിലുമാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യം കൊടുത്തേക്കുന്നത്. എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. സാമൂഹ്യ സംഘടനകളും ഉണ്ട്, അതിൻ്റെ വക്താക്കളെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഏതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഓപ്ഷൻസ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം എന്ന സംഘടന ആരാണ് രൂപീകരിക്കുന്നത്? സാധുജന പരിപാലന സംഘം സാധുജനങ്ങൾ അയ്യാന്ന് വിളിക്കുന്നു. സാധുജനങ്ങൾ എങ്ങനെ? അയ്യാ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആരെ ഓർക്കുക? അയ്യങ്കാളി. സാധുജനങ്ങൾ അയ്യാന്ന് വിളിക്കുന്നു, അയ്യങ്കാളി. അടുത്ത യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ ആരാണ്? യോഗക്ഷേമ സഭ യോഗത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് തിരി കത്തിച്ചു. എന്താണ്? യോഗത്തിൻ്റെ ക്ഷേമത്തിനായി തിരി കത്തിച്ചു. അപ്പോൾ ആരായിരിക്കും ഓപ്ഷൻ എന്ന് പറഞ്ഞേ? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ ആരാണ്? VT ഭട്ടതിരിപ്പാട്. അടുത്ത പ്രത്യരക്ഷ ദൈവ സഭ. പ്രത്യരക്ഷ ദൈവ സഭ ഓർക്കുക, അത് കുമാരഗുരുദേവനാണ്, ഗുരുദേവനല്ല. ശ്രീനാരായണ ഗുരു അല്ല, കുമാരഗുരുദേവൻ. അത് ഓർക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അദ്ദേഹം ആ പ്രതിമകളെയൊക്കെ ആരാധിക്കുന്നതിൽ, അതായത് പ്രത്യക്ഷത്തിലുള്ള ദൈവങ്ങളെ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ പ്രത്യരക്ഷ ദൈവങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ പ്രത്യരക്ഷ സഭ എന്ന് പറയുമ്പോൾ അത് ആരെ ഓർക്കുക?
അത് കുമാരഗുരുദേവൻ. അടുത്ത വാള സമുദായ പരിഷ്കരണി സഭ. വാള സമുദായ പരിഷ്കരണി സഭ ആരാണ്? KP കറുപ്പനാണ്. വാള സമുദായ പരിഷ്കരണി സഭ KP കറുപ്പൻ. ഓക്കെ, അപ്പോൾ ആ ഓരോ സംഘടനകളും അതിൻ്റെ വക്താക്കളെയും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്, SNDP അതുപോലെ കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണേ. ഇനി അടുത്ത കുറച്ച് ലൈൻസ് ആണ്. ഇത് കുറച്ച് ഒരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കുറച്ചൊരു ഒരു കൃതിയിലെ ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇൻ ദ ഓഷൻ ഓഫ് യുവർ ഗ്ലോറി ഓഫ് ഗ്രേറ്റ് പ്രൊഫണ്ടിറ്റി ലെറ്റ് us all together become immersed to dwell there in everlastingly happiness. ഇത് ഏത് വർക്ക്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതി അല്ലെങ്കിൽ ഏത് വർക്കിൽ നിന്നാണ് ഈ വരികൾ എടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന് ഉത്തരം ദൈവദശകയാണ്. നമുക്ക് നമുക്ക് സമയം കുറവാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അകത്തുള്ള വരികളും കാര്യങ്ങളും ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്കറിയത്തില്ല, എല്ലാവർക്കും അറിയത്തില്ല. എക്സാം പാടാണ്, നിങ്ങൾക്കില്ല, അവർക്കും ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ടെമ്പിൾ എൻട്രി, കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, കറക്റ്റ് ഏതൊക്കെയാണെന്നാണ്. ആദ്യത് നോക്കുക. ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് അനൗൺസ്ഡ് ഓൺ 14 നവംബർ 1936 ഇൻ ട്രാവൻകൂർ. ശരിയാണോ? അല്ല. എന്നാണ്? 14 നവംബർ അല്ല, 12 നവംബറിനാണ് എന്ത് ചെയ്യുന്നത്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. മറന്നു പോകരുത്, 12 നവംബർ 1936. അടുത്തത് ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് ദ മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് ചെയർഡ് ബൈ ആനി ബെസന്റ് വാസ് ഹെൽഡ് അറ്റ് പാലക്കാട് ഇൻ 1916. കറക്റ്റാണ്. അപ്പോൾ ആനി ബെസന്റ് നമുക്കറിയാം അല്ലെ, വുമൺ ലീഡേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആനി ബെസന്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അടുത്തത് ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് വിത്ത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആൻഡ് മുഹമ്മദ് അബ്ദുറഹീം സാഹിബ് ആസ് ദ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ് റെസ്പെക്റ്റീവ്ലി. തെറ്റാണ്. അടുത്ത ഇൻ 1939 ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അത് കറക്റ്റാണ്. ഈ ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? കറക്റ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ബിയും ഡിയും കറക്റ്റാണ്, എയും സിയും എന്താണ്? റോങ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ്. അടുത്ത പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിബർട്ടി. ചൂസ് ദ റോങ് വൺ. നമുക്കറിയാം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് ലിബർട്ടിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിലേതാണ് ഉൾപ്പെടാത്ത? ഏതോ ഒരെണ്ണം റോങ് ആയിട്ടുണ്ട്. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, യൂണിറ്റി, ഫെയ്ത്ത്, വർഷിപ്പ്. ഏതാണ് ഇല്ലാത്തത്? യൂണിറ്റി ഇല്ല. ലിബർട്ടി ഓഫ് തോട്ട് ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്, ബിലീഫ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, വർഷിപ്പ് ഉണ്ട്. ഏതില്ല? യൂണിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ചൂസ് ദ റോങ് വൺ ആണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നേരെ ക്ലിയർ ആയിട്ട് വായിച്ചേക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. അറേഞ്ച് ദ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഇൻ അസെൻഡിങ് ഓർഡർ. നല്ല പാടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. നമുക്ക് അങ്ങനെ ഓർഡറിലൊന്നും പഠിച്ചു വെക്കാനോ അല്ലെങ്കിൽ എല്ലാ ഓഫീസർമാരെ അങ്ങനെ പഠിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആണ്. ആദ്യം വജാഹത്ത് ഹബീബുള്ള, ദെൻ AN തിവാരി, പിന്നെ വരുന്ന എന്താണ്? സത്യനാന്ദ മിശ്ര. അടുത്ത ഓപ്ഷൻ ദീപക് സന്ധു. അത് വെച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നത്തിങ് ഈസ് മോർ ഡിസ്ഗ്രേസ്ഫുൾ ഫോർ എ ബ്രേവ് മാൻ ദാൻ ടു ലീവ് ഡിവോയ്ഡ് ഓഫ് സെൽഫ് റെസ്പെക്റ്റ്. ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ബിഹൈൻഡ് ദ വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞ ആൾ ആര് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം BR അംബേദ്കർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അതായത് ഇനി അതായത് ഈ 4 പേരുമായിട്ട് ബന്ധപ്പെട്ട കോട്ട്സ് എന്ത് ചെയ്യണം? നിങ്ങൾ കിട്ടുന്നിടത്തു നിന്നെല്ലാം പഠിച്ചു വെച്ചേക്കുക. അതിൽ BR അംബേദ്കറിൻ്റെ ഒരുപാട് കോട്ട്സ് നമുക്ക് പോളിറ്റി ലക്ഷ്മികാന്തിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമ്മുടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെല്ലാം നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇതുപോലെ ജനറൽ ആയിട്ടുള്ളതും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതും കോഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമുക്കത് അറേഞ്ച് ചെയ്യും. ഓക്കെ,
ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ഒരുപാട് എന്ത് ചെയ്ത് വരുന്നതായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഇത് പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരുമാണ്. ആദ്യം എന്ന് പറയുന്നത് കേരള കൗമുദി. കേരള കൗമുദി ആരാ? മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ ഓപ്ഷൻ നോക്കാതിരിക്കുക. ഓപ്ഷൻ നോക്കി നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കേരള കൗമുദിയോ ഭാഷാഭൂഷണിയോ കേസരിയോ അല്ലമീനോ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്ന് നോക്കുക. അത് ആരാണെന്ന് കണ്ടുപിടിക്കുക. അതുള്ള ഓപ്ഷൻ നോക്കുക. എന്നിട്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നോക്കി കണ്ടുപിടിക്കാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 പേരെ അറിയാമായിരിക്കും, ബാക്കി 2 പേരെ അറിയത്തില്ല. പക്ഷെ ആ 2 പേരുള്ള ഓപ്ഷൻ കാണും, ബാക്കിയെല്ലാം തെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, ഒരു എലിമിനേഷൻ മെത്തേഡ് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് നോക്കിയും കണ്ടും ചെയ്യുക. അപ്പോൾ ആദ്യം കേരള കൗമുദി. കേരള കൗമുദി ആരാണ്? CV കുഞ്ഞിരാമൻ. അപ്പോൾ നോക്കുക, ഞാൻ പറഞ്ഞുതരാം മെത്തേഡ്. കേരള കൗമുദി CV കുഞ്ഞിരാമൻ. നോക്കിയേ, എ എന്ന് പറയുന്ന 4 വരുന്ന ഏത് ഓപ്ഷനേ ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒരെണ്ണം അറിയാം കറക്റ്റായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതാണ്? ഭാഷാഭൂഷണി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നിരിക്കട്ടെ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നിരിക്കട്ടെ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. അതായത് ബി എന്ന് പറയുന്ന 3 ആണെന്ന് അറിയാമെങ്കിൽ നോക്കിയേ, 3 ഓപ്ഷൻ വരുന്നുണ്ട്. പെട്ടില്ലേ നിങ്ങൾ? അങ്ങനെയും വരാം. പക്ഷേ ഇവിടെ കേരള കൗമുദി എനിക്ക് CV കുഞ്ഞിരാമനാണെന്ന് അറിയായിരുന്നു. അത് ഒരു ഓപ്ഷനേ ഉള്ളൂ, എ. അങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ആ രീതിയിലും വരാം. അപ്പോൾ കേരള കൗമുദി CV കുഞ്ഞിരാമൻ. ഭാഷാഭൂഷണി കണ്ടത്തിൽ വർഗീസ് മാപ്പിളൈ. കേസരി നമുക്ക് മിക്കുള്ളവർക്ക് അറിയാം, ബാൽ ഗംഗാധർ തിലക്. അല്ലമീൻ എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പത്രങ്ങളും സ്ഥാപകരും നേരെ അറിഞ്ഞു വെച്ചേക്കുക. അതൊരു ടോപ്പിക്കായിട്ട് തന്നെ HSSTയുടെ സിലബസിലുണ്ട്. HSCയുടെ സിലബസ് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും HSSTയുടെ സിലബസ് എന്ത് ചെയ്യുക, അതിൻ്റെ ജനറൽ പാർട്ട് ഫുള്ള് കംപ്ലീറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. അത് അടുത്ത ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും. വിച്ച് ഓഫ് ദീസ് മിഷണറീസ് വർക്ക്ഡ് ഇൻ ബോത്ത് കൊച്ചി ആൻഡ് ട്രാവൻകൂർ? കൊച്ചിയിലും ട്രാവൻകൂറിലും ഉണ്ടായിരുന്ന മിഷണറി ഏതാണ്? CMS. CMS എന്ന് പറയുമ്പോൾ ചർച്ച് മിഷൻ സൊസൈറ്റി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം, ചർച്ച് മിഷൻ സൊസൈറ്റി. അപ്പോൾ വിച്ച് ഓഫ് ദീസ് മിഷണറീസ് വർക്ക്ഡ് ഇൻ ബോത്ത് കൊച്ചി ആൻഡ് ട്രാവൻകൂർ എന്ന് ചോദിച്ചാൽ ഏതാണ്? ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. ഓക്കെ ആണേ? മിഷണറീസിനെ പറ്റി ചോദിക്കും, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. കാരണം സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് എടുത്ത് എന്താണ് ആ ഒരു എഡ്യൂക്കേഷൻ്റെ എവല്യൂഷനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലുള്ള. അപ്പോൾ അത് ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബേസൽ എവഞ്ചലിക്കൽ മിഷൻ, ഇതിൻ്റെ എല്ലാം ഇത് എവിടെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഡിക്ഷണറിയെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഹെർമൻ ഗുണ്ടട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അടുത്ത കണ്ടോ, വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടയാണ്. അതായത് എഴുത്തുകാരന്മാർ വർക്ക്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വർക്ക് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പ്രേമലേഖനം അദ്ദേഹത്തിൻ്റെ വർക്കാണ്. സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ഓർത്ത് വെച്ചേക്കണം, നോട്ടാണ് അല്ലാത്തത്. അപ്പോൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ അദ്ദേഹത്തിൻ്റെ ആണ്. വിശപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. വളപ്പോട്ടുകൾ ആരുടെയാണ്? അത് ONVയുടെ ആണ്. അപ്പോൾ കറക്റ്റ് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 3 കൃതികൾ കിട്ടിയേ ഏതൊക്കെയാണ്? പ്രേമലേഖനം, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശപ്പ്. പ്രേമലേഖനം, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശപ്പ്. പ്രേമലേഖനം, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശപ്പ്. വളപ്പോട്ടുകൾ ONVയുടെ ആണ്. അപ്പോൾ ONVയുടെ കുറച്ച് കൃതികൾ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുറച്ച് കൃതികളൊക്കെ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ, in which constitutional amendment act a new article namely 300A was inserted? അപ്പോൾ ആർട്ടിക്കിൾ 300A ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റിലൂടെയാണ് ഇൻസേർട്ട് ചെയ്തത്? 44th അമെൻമെൻറ്റ് ആക്ട് 1978. ഇവിടെ നമ്മൾ ഓർക്കാനുള്ള ഓരോ അമെൻമെൻറ്റ് ആക്റ്റും ഏത് വർഷമാണ് വന്നത്, അതുവഴി ഏതൊക്കെ ആർട്ടിക്കിൾസാണ് ഇൻസേർട്ട് ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, 44th അമെൻമെൻറ്റ് ആക്ട് 1976 കൊടുത്തിട്ടുണ്ട്, 1978 കൊടുത്തിട്ടുണ്ട്. അതാണ് ആ വർഷം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ 300A
44th Amendment Act 1978. ക്ലിയർ ആണ്? ഓക്കെ. ഇനി അടുത്തത് മൂക്കൂത്തി അജിറ്റേഷൻ വാസ് ഡൺ ബൈ. മൂക്കൂത്തി അജിറ്റേഷൻ, മൂക്കൂത്തി സമരം ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൂക്കൂത്തി അജിറ്റേഷൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ഹൂ ഗോട്ട് JCB അവാർഡ് ഇൻ 2023. 2023 JCB അവാർഡ് കിട്ടിയത് ആർക്കാണ്? പെരുമാൾ മുരുകനാണ്. ആർക്കാണ്? പെരുമാൾ മുരുകൻ. അങ്ങനെയാണെങ്കിൽ 2024 ആർക്കാണ് കിട്ടിയത് JCB അവാർഡെന്ന് കമൻറ്റ് ചെയ്യോ? 2024 JCB അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്നുള്ള കാര്യം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത ദേശസേവിക സംഘം ഈസ് ഓർഗനൈസ്ഡ് ബൈ. അപ്പോൾ ഇത് വുമൺ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദേശസേവിക സംഘം ആരാണ് ഓർഗനൈസ് ചെയ്തത്? ദേശസേവിക സംഘം അക്കാമ ചെറിയാൻ. ആരാണ്? ദേശസേവിക സംഘം രൂപീകരിച്ചത് അക്കാമ ചെറിയാൻ. ഇനി അടുത്തത് കണ്ടോ, മാച്ച് ദ ഫോളോയിങ് ഒരുപാടെണ്ണം ചോദിച്ചിട്ടുണ്ട്. അപ്പം മാച്ച് ദ ഫോളോയിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതുള്ളത്. നമുക്ക് നോക്കാം. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ എന്താണ് പേരുകളിൽ അറിയപ്പെടുന്ന ചിലർ കാണുമല്ലോ. അപ്പോൾ അതേപോലെ കേരള വിവേകാനന്ദൻ, കേരള സുഭാഷ് ചന്ദ്രബോസ്, ലീഡർ ഓഫ് കുറ്റംകുളം സമരം, ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS, ബേസൽ ഏഞ്ചലിക്കൽ മിഷൻ. അപ്പോൾ ഇവിടെ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്? ആഗമാനന്ദൻ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആഗമാനന്ദൻ. അത് നമുക്ക് അറിയാതിരിക്കട്ടെ. അങ്ങനെ ഓപ്ഷൻ നോക്കാം. എ 3 വരുന്ന എത്ര എണ്ണം ഉണ്ട്? എയും സിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബിയും ഡിയും എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ചാൻസ് എന്ന് പറയുന്നത് എത്രയായി? 50-50 ആയി. അടുത്തത് നോക്കി, എന്താണ്? ബി എന്ന് പറയുന്നത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ്? രണ്ടും ഒരേ ഓപ്ഷൻ. പിന്നെയും നമ്മൾ പെട്ടു. മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരള സുഭാഷ് ചന്ദ്രബോസ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കി, ലീഡർ ഓഫ് കുറ്റംകുളം സമരം. കുറ്റംകുളം സമരത്തിൻ്റെ നേതാവ് ആരാണ്? സി എന്ന് പറയുന്നത് ഓപ്ഷൻ 4 PK ചാത്തൻ മാസ്റ്റർ. അവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്ഷൻ സി ആണെന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എലിമിനേഷൻ ടെക്നിക്ക് വരുന്ന മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ. അപ്പോൾ ലീഡർ ഓഫ് കുറ്റംകുളം സമരം PK ചാത്തൻ മാസ്റ്ററാണ്. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS ആരാണ്? ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭൻ. പിന്നെ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്നത് ഹെർമൻ ഗുണ്ടർട്ട്. ഞാൻ പറഞ്ഞു ഹെർമൻ ഗുണ്ടർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നെ ഈ മിഷൻസ് അല്ലെ, ചർച്ച് മിഷൻ, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരള വിവേകാനന്ദൻ ആഗമാനന്ദ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ലീഡർ ഓഫ് കുറ്റംകുളം സമരം PK ചാത്തൻ മാസ്റ്റർ. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS മന്നത്ത് പത്മനാഭൻ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ. കേരള വിവേകാനന്ദൻ ആഗമാനന്ദ, കേരള സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ, ലീഡർ ഓഫ് കുറ്റംകുളം സമരം PK ചാത്തൻ മാസ്റ്റർ, ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS മന്നത്ത് പത്മനാഭൻ, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഹെർമൻ ഗുണ്ടർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ സ്റ്റാർട്ടഡ് ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ കേരള? കേരളത്തിൽ ലൈബ്രറി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ലൈബ്രറി മൂവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ലൈബ്രറി മൂവ്മെൻറ്റ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? പുതുവയിൽ നാരായണ പണിക്കർ. മറന്നുപോലെ ലൈബ്രറി മൂവ്മെൻറ്റ്
കേരളത്തിൽ ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പുതുവയിൽ നാരായണ പണിക്കർ. ഓപ്ഷൻ എ ആണ് പുതുവയിൽ നാരായണ പണിക്കർ. പുതുവയിൽ നാരായണ പണിക്കറാണ് കേരളത്തിൽ ലൈബ്രറി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും പോരെ, മതി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഒരു 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻ, ആ ഒരു 15-17 ക്വസ്റ്റ്യനോ മറ്റോ ആയിട്ടുള്ളൂ. ഓക്കെ, 17 ക്വസ്റ്റ്യനോ മറ്റോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, JCB പുരസ്കാരം 2024 ആർക്ക് കിട്ടിയത് കമൻറ്റ് ചെയ്യുക. ഇത് പാർട്ട് 1 ക്ലാസ്സാണ്. അടുത്ത ക്ലാസ്സുകൾ നെക്സ്റ്റ് അപ്കമിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.